ചിത്ര, ഇതിനു മുമ്പ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ലിവിങ് ടുഗദറുകളെ പറ്റിയിട്ട്. ഈ ലിവിങ് റിലേഷൻസിന്റെ തന്നെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് വിവാഹം കഴിക്കാതെ തന്നെ നമ്മൾ പരസ്പരം ഒരുമിച്ച് ജീവിക്കുക. ഇപ്പോ ഇത് ഈ വിവാഹിതരായിട്ടുള്ള ആൾക്കാർ ഇതെങ്ങനെയാണ് ബാധിക്കുക നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ വിവാഹിതരായിട്ടുള്ള ആൾക്കാർക്ക് നോൺ മാരിറ്റൽ അഫെയറുകളും മറ്റു അവിഹിതങ്ങളൊക്കെ ഉണ്ടായിട്ട് അവര് പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ കോടതി നിലപാടനുസരിച്ച് നിങ്ങൾ വിവാഹ ബന്ധം വേർപെടുത്തിയിട്ട് ലിവിങ്ങിലേക്ക് പോവുക, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതില് ശരിക്കും ആ ഒരു അങ്ങനെ ഒരു വിധി ശരിക്കും നല്ലതായിരുന്നോ അതോ ആരെങ്കിലൊക്കെ ബാധിക്കുന്നതാണോ? പല രീതിയിലുണ്ട്. അതായത് സെപ്പറേഷനിൽ കഴിയുന്ന ആൾക്കാർക്കില്ലേ, അതായത് ഡിവോഴ്സ്ഡ് ആയിട്ടില്ല, ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടില്ല, സെപ്പറേഷനിൽ കഴിയുന്ന ആൾക്കാർക്ക് ഇപ്പൊ അവര് വേറെ ഏതെങ്കിലും ഒരാളുടെ കൂടെ താമസിക്കുന്നതാണെങ്കിലോ അങ്ങനെയൊക്കെ അതിന്റെ കേസാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ബാധിക്കാൻ പോകുന്നത് അല്ലാതെ ഉള്ള ആൾക്കാർക്ക് ഇത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇങ്ങനെ കുറെയൊക്കെ ഇതാക്കുന്നുണ്ട്. അതായത് ഓക്കെ, വിവാഹം കഴിച്ച് നമ്മൾ ഒരാളുടെ കൂടെ താമസിച്ച് അവരുമായിട്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരാളായിട്ട് താമസിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ അത് സാധനം പോകുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാഹം എന്ന് പറയുന്ന ആ ഒരു എഗ്രിമെന്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. ഇത് നടക്കാൻ പോവാത്ത ഒരു സാധനമാണ് കേട്ടോ ഞാൻ പറയുന്നത്. വിവാഹം എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കുറെ കുടുംബങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും അഫെയറുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഇതൊന്നും നമുക്ക് എണ്ണം എടുക്കാൻ പറ്റില്ല, കാരണം ചോദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഈ സംഭവം നടക്കാനേ പോകുന്നില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ വിവാഹം എന്ന് പറഞ്ഞൊരു സാധനം എടുത്ത് മാറ്റാം. അത് കഴിയുമ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ ഈ ലിവിങ്ങിലേക്കായിരിക്കും കുറച്ചുകൂടി തിരിയാൻ പോകുന്നത്. പിന്നെ ആ ഒരു ക്ലാഷോ കാര്യങ്ങളോ വരാൻ പോകുന്നില്ല. ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാഹത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും അഫെയറുകളും കാര്യങ്ങളും ഉണ്ട്, അവര് പോയി താമസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, അതിനകത്തൊരു കള്ളത്തരത്തോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പോഴേക്കും കുറച്ചുകൂടി ഇത് നടക്കുന്ന കാര്യമായതുകൊണ്ട് പിന്നെ അതിനകത്തൊരു സ്വതന്ത്രമായിട്ടുള്ളൊരു ചിന്തയുണ്ടല്ലോ. ഓക്കെ, എനിക്ക് ഇതിനകത്ത് പോയി താമസിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. ആ ഒരു കാര്യം മാറിക്കിട്ടും. ഇല്ലാണ്ട് എല്ലാരും ഇതൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ മറ്റൊരു രീതി കൂടെ ഉണ്ട്. ഈ ലിവിങ് റിലേഷൻസിൽ ജീവിക്കുന്ന പലരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഒരു 30+ ആയിട്ടുള്ള ആൾക്കാരായിട്ടില്ല ഞാൻ പറയുന്നത്, അതിൽ താഴെ ഒരു ലിവിങ് ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അതില് ലിവിങ്ങിൽ ജീവിക്കുമ്പോൾ തന്നെ അവർക്ക് മറ്റു അഫെയറുകളും ഉണ്ടാവും. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പീരീഡ് ഓഫ് ടൈമിന് ശേഷം അവര് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഇനി കുറച്ചു നാളോടെ കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് ജീവിക്കണം, നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി ജീവിക്കണം. ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര വിയേർഡായിട്ട് തോന്നും. അപ്പോൾ ഇപ്പോ ജീവിക്കുന്നതിന് എന്തോ ഒരു വിഷയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്നുവെച്ചാൽ അത് വിടാൻ അവർ തയ്യാറല്ല. ഇത് കുറച്ചു നാൾ വരെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വിവാഹം കഴിച്ച് ജീവിക്കണം. ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു പരസ്പര ഉടമ്പടി എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ ഉടമ്പടി നമുക്ക് എപ്പോഴാണോ വേണ്ട എന്ന് തോന്നുന്നത് അപ്പോൾ പിരിയാനുള്ള മാർഗമാണ് ഡിവോഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു ഉറപ്പാണ് ശരിക്കും. പലയിടങ്ങളിലും സത്യത്തിൽ ഇപ്പൊ നമ്മൾ ലിവിങ് താമസിക്കുന്ന അത്ര ഓപ്പൺ മൈൻഡ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിന് ശേഷമുള്ളത് അതിജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത ആൾക്കാർ ഈ ഒരു മാരേജ് സിസ്റ്റത്തിൽ നിൽക്കുന്നതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, നമുക്കൊരു വിശ്വാസ്യതയുണ്ട് പരസ്പരം. ഞാൻ ഈ നിയമാനുസൃതമായി വിവാഹം ചെയ്തതാണ് എന്റെ ഭർത്താവ്. അതുകൊണ്ടാണല്ലോ ഈ ചീറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും ലീഗലൈസ്ഡ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. എന്നുവെച്ചാൽ വിവാഹത്തിൽ തന്നെ നമുക്ക് വിവാഹേതര ബന്ധങ്ങൾ പറ്റും. പക്ഷെ അതിൽ തന്നെ ചീറ്റിംഗ് ആയിട്ട് ഒരു പാർട്ണർ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ചീറ്റിംഗ് ആയിട്ട് എടുക്കുകയും ചെയ്യും, ശിക്ഷ കിട്ടുകയും ചെയ്യും. അതാണ് നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രത്യേകത. ഇത് പക്ഷേ ലിവിങ്ങിനകത്തിൽ പോസിബിൾ അല്ല. അതാണ് വിവാഹവും ലിവിങ്ങും തമ്മിലുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ആരുടെ കൂടാണ് ലിവിങ് താമസിക്കുന്നത് എന്നുള്ളത് ഒരു ലീഗലും എവിടെയും ഇല്ല. അതാണ് വ്യത്യാസം. ഇനിയിപ്പൊ അവര് നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലോ, അതുകൊണ്ടാണല്ലോ ഈ ക്രൈം ഒക്കെ വരുന്ന സമയത്ത് ഈ മുംബൈയിലാണ് തോന്നുന്നു റിപ്പോർട്ട് ചെയ്തത്. ലിവിങ് താമസിക്കുകയായിരുന്നു, ആ ഒരു അവരെ കൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് എവിടേക്കോ കൊണ്ട് കളഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരാളാണ് കൊന്നതെന്നുള്ളതിലേക്ക് എത്തുന്നത്. കാരണം അതുവരെ ഇവർക്ക് എന്തോ പറ്റി എന്നുള്ള രീതിയിലാണ് പോകുന്നത്. കാരണം ഇങ്ങനെ ഒരു മനുഷ്യന്റെ കൂടാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പൊ വിവാഹമാണെങ്കിൽ ചിത്രയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ചിത്രയുടെ ഭർത്താവിനോടായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിനെ കാണുന്നില്ലെങ്കിൽ ചിത്രയോടായിരിക്കും ചോദിക്കുന്നത്. കാരണം അതൊരു ലീഗലി ഉള്ള ഒരു കാര്യമാണ്, ഇവർക്കറിയാമോ എന്നുള്ളത്. അത്തരം കുറെ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വിവാഹത്തിനോട് പലർക്കും വിശ്വാസതയുള്ളത്. പക്ഷെ ഈ ലിവിങ്ങിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചു നാളിലൊക്കെ ലിവിങ് മതി, അതിന് ശേഷം
വിവാഹം കഴിക്കാം എന്നുള്ള ഒരു സാധനത്തിലേക്ക് ചിന്തിക്കുന്നത് എന്താണെന്ന് അത് മനസ്സിലാവും. എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമാണ് ഈ ലിവിങ് എന്ന് പറയുന്നത് ആൾക്കാർ കൊണ്ട് നടക്കുന്നത്. അതായത് അവരൊക്കെ ഉള്ളിൽ പറയും നമുക്ക് വിവാഹത്തിനോട് ഒട്ടും താല്പര്യമില്ല, അതിനകത്തൊരു വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ലിവിങ് റിലേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് പറയും. പക്ഷെ വലിയ വ്യത്യാസമൊന്നും ഇല്ല അവിടെ. അതായത് ഇപ്പൊ ലിവിങ് തന്നെയാണെന്നുണ്ടെങ്കിലും ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് അവിടെയും കഴിയുന്നത്. പിന്നെ വലിയ വ്യത്യാസം ഇല്ലാത്തത് ചിലപ്പോ അതൊക്കെ ഓപ്പൺ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം, ആരുടെ കൂടെ വേണമെങ്കിലും പോവാം എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കും ചിലര് ആ ഒരു ലിവിങ്ങിനെ കണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞ പോലെ തന്നെ ലിവിങ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന കുറെ ഡ്രോബാക്സ് ഉണ്ട്. മാത്രല്ല എത്ര വന്നാലും താലിക്കാണ് ആ ഒരു പവർ ഉള്ളത്. അത് എവിടെയാണെന്നുണ്ടെങ്കിലും താലിക്കുള്ള പവർ വേറെ ഒന്നിലും ഇല്ല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറ്റി പോയാലും ലാസ്റ്റ് വന്നെത്താ ഈ ഒരു കാര്യത്തിനകത്തേക്ക് തന്നെ വന്നെത്തുള്ളൂ, ആ താലിയിലേക്ക് തന്നെ വന്നെത്തുള്ളൂ. ഭാര്യ അല്ലേ എന്ന് പറയുന്ന ഒരു പവർ ഈ പാർട്ട്ണർ അല്ലേ എന്നുള്ളതിന് പലയിടത്തും കിട്ടാറില്ല. കാരണം ഇപ്പൊ ലിവിങ് താമസിക്കുന്ന ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ അതിൽ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ അഫെയറുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരം അഫെയറുകൾ ആ റിലേഷനിലേക്ക് വരുമ്പോഴാണ് തമ്മിൽ പ്രശ്നമുണ്ടായി ആ ലിവിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. മിക്ക ലിവിങ് ടു ദ റിലേഷന്റെയും പ്രധാന വിഷയങ്ങൾ അതാണ്. പാർട്ട്ണറിന് മറ്റ് അഫെയറുകൾ വരുമ്പോഴാണ് ഒരു വിഷയം. പക്ഷേ ഫാമിലി ലൈഫ് ആവുന്ന സമയത്തേക്ക് അത് ക്യാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഓക്കെ ഇതെന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഇതെന്റെ ഭർത്താവാണ്, അങ്ങനെ ഒരു ഓപ്ഷനുകളൊക്കെ കാണും. ആ ഓപ്ഷനുകളൊന്നും ഇല്ലാത്തതാണ് ലിവിങ് റിലേഷൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു സംവിധാനം തന്നെയാണ് ലിവിങ് എന്ന് പറയുന്നത്. അത് അങ്ങനെ കാണുന്നവർക്കാണ്. അങ്ങനെ കാണാത്തവർക്കാണെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമായിരിക്കും വിവാഹത്തെക്കാട്ടിലും ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പൊ ആ ഒരു കേസ് വന്ന സമയത്ത് ഇപ്പോ ഇങ്ങനത്തെ വിവാഹം ജീവിതം അല്ലെങ്കിൽ വിവാഹത്തില് ഇപ്പോ മേ ബി ചിത്രയാണ് വൈഫ് എന്ന് വെക്കുക, ഞാൻ ഹസ്ബൻഡ് ആണെന്ന് വെക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റ് സ്ത്രീകളോടൊപ്പം ലിവിങ് ഇരിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ ചിത്ര എന്ന് പറയുന്നത് എന്നെ വിവാഹം കഴിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏക പത്നി ആ രീതി ആ കൺസെപ്റ്റിലുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചിത്രയെ ചീറ്റ് ചെയ്യുകയാണ്. വിവാഹത്തിലിരിക്കെ തന്നെ ഞാൻ മറ്റു സ്ത്രീകളുമായി താമസിക്കുക, ലിവിങ് ഇരിക്കുക, അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് അതൊരു ചീറ്റിംഗ് മെത്തേഡാണ് വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ താല്പര്യമുണ്ട്, ചിത്രയ്ക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യുക. ഇതൊക്കെ ആദ്യമേ പറയണം. അതായത് ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ആദ്യമേ പറയുമ്പോൾ ഇവരുടെ അടുത്ത് കുറെ കണ്ടീഷൻസ് പറയുന്നു എന്നുള്ള രീതിയിലേക്ക് വെക്കരുത്. ആദ്യമേ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനത്തെ ഉള്ള ഏത് റിലേഷൻസ് ആണെങ്കിലും പോവുള്ളൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിലും ലിവിങ് ആണെങ്കിലും ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും മുന്നോട്ട് പോകും. ശരി, ഇതൊക്കെ പണ്ടേ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇതൊക്കെ പണ്ടേ ഉണ്ട്. ബാലേട്ടൻ സിനിമയില്ലേ, ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ അന്ന് ഈ മോഹൻലാലിന്റെ അച്ഛൻ കഥാപാത്രമായ നെടുമുടി വേണു ലിവിങ് ടുഗദർ ആയിരുന്നു അല്ലേ. അതിന്റെ അകത്തിൽ ഭാര്യയും മക്കളും ഉണ്ട്. അവര് ഇദ്ദേഹം മരിക്കുന്ന സമയത്താണ് മോഹൻലാലിനോട് പറയുന്നത് പോലും എനിക്ക് അവിടെ ഒരു ഭാര്യയും മക്കളും ഉണ്ട്. അത് ലിവിങ് ടുഗദർ ആണെന്ന് ഇപ്പോഴാണ് പറയുന്നത്. അന്നൊക്കെ അത് ചിന്ന വീട് അല്ലെങ്കിൽ അവിഹിതം അത്തരത്തിലുള്ള അങ്ങനത്തെ സംവിധാനങ്ങളായിരുന്നു അന്ന്. പക്ഷെ അത് ലിവിങ് ആയിരുന്നു എന്നുള്ളത് വിവാഹത്തിലിരിക്കുകയാണ് പുള്ളി ലിവിങ്ങിന് പോയത്. അതേപോലെ മറ്റൊരു സിനിമയാണ് നരസിംഹത്തിനകത്ത്, അത് ലിവിങ് ആണ്. അവര് തിലകൻ ഉണ്ടായിരുന്നത് ലിവിങ് ആണ്. അബദ്ധം പറ്റിപ്പോയി ആ സംവിധാനത്തിലാണ്. എനിക്ക് മറ്റൊരു സ്ത്രീയിൽ ഒരു അബദ്ധം പറ്റിപ്പോയി, അത് അബദ്ധമല്ല എന്നുള്ളത് അവിടെ ഒരു പ്രണയബന്ധം. പക്ഷെ അത് ഞാൻ ലിവിങ് ആണെന്നുള്ളത് അംഗീകരിക്കില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെയാണ് ഫുൾ ടൈം. അതായത് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഇടയിൽ ഇപ്പൊ 365 ദിവസം ഉണ്ടല്ലോ. ഈ 365 ദിവസത്തിൽ ഞാൻ ഒരു 300 ദിവസം ആതിരയുടെ കൂടെയാണ്, 65 ദിവസം ഞാൻ വേറൊരിടത്താണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ലിവിങ് ആണെന്ന് പറയില്ല, അത് അവിഹിതം പറയാ. കല്യാണം കഴിച്ചിട്ടുള്ള ലിവിങ് എന്ന് പറയുന്നത് അതാണ് കല്യാണം കഴിച്ചിട്ടുള്ള മേലെ. അത് എനിക്കിപ്പോഴും അറിയില്ല. അതെനിക്ക് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ആ ഒരു കാര്യം. അത് സെപ്പറേഷനിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഈ കല്യാണം കഴിച്ച് അതിനകത്ത് ഇരിക്കുന്ന സമയത്ത് വേറൊരിടത്ത് പോയി കഴിഞ്ഞാൽ അതിനെ ലിവിങ് എന്ന് പറയാൻ പറ്റില്ല. ലിവിങ് റിലേഷൻഷിപ്പിനും ഒക്കെ ഒരു അതിനും വേറൊരു അന്തസ്സുണ്ട്. അങ്ങനെ നടക്കുന്ന ആൾക്കാരെ പോലും ഇത് ഭയങ്കര ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. അല്ല ചിത്ര, ലിവിങ് എന്ന് പറയുന്നത് തന്നെ വിവാഹം എന്ന് പറയുന്ന മാനദണ്ഡമില്ലാതെ ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഏത് ജെൻഡർ ആയിക്കോട്ടെ അവർ ഒരുമിച്ച് താമസിക്കുക, പാർട്ട്നേഴ്സ് ആവുക, ജീവിതം പങ്കുവെക്കുക, അതാണ് ലിവിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്തില് ഈ കോടതി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ ഭാര്യ ഇയാൾക്ക് ഇതേപോലെ കുടുംബമുണ്ട്, കുടുംബം ഉള്ള ഒരാള് തന്നെയാണ്. അപ്പൊ ഇയാൾക്ക് അപ്പുറത്ത് ഒരു കുടുംബമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അവിഹിതത്തിന് എന്തായിരിക്കും പറയാ? അവിഹിതം എന്ന് പറയുന്നത് കുടുംബമല്ലല്ലോ, അവര് താമസിക്കുന്നില്ലല്ലോ, പ്രണയം മാത്രമായിരിക്കും. നോ 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 നോ, അത് അവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം.
അതായത് അവിടെ കുട്ടികൾ കുടുംബം അങ്ങനെ ഒരു മാനദണ്ഡം അവിടെ പോകുന്നില്ലായിരിക്കും. ഉണ്ടാകും. അതിന് ഞാൻ പറയാ വിഹിതം തന്നെ പറയുള്ളൂ. ലിവിങ് റിലേഷൻഷിപ്പിന് വേറൊരു തരത്തിലുള്ള അർത്ഥം ഒഴിവാക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുടുംബം ഉണ്ടെങ്കിൽ കുടുംബമായിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ട് മറ്റു ബന്ധത്തിലേക്ക് പോവുക, എന്നിട്ട് നിങ്ങൾ ലിവിങ് പോവുക. അത് കല്യാണം കഴിക്കുന്നതും കഴിക്കാത്ത കുടുംബമാണെങ്കിൽ കുടുംബമാണ് പ്രയോറിറ്റി എന്നുള്ളത് പറയാനും ചെയ്യാനും അത് ആ പ്രവൃത്തി കാണിക്കാനും ആളുകൾ ശ്രമിക്കുക. അപ്പൊ ആ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ആരാണെങ്കിലും അത് കുടുംബം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുടുംബം തന്നെയാണ് പ്രയോറിറ്റി. അല്ലാത്ത ജീവിക്കുന്ന ആൾക്കാര് എന്ന് പറയുന്നത് അവര് കുടുംബത്തിന് വാല്യൂ കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കണം. ഇല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ പുറകെ ഈ എന്താ പറയാ ഒരു ബിരിയാണി അപ്പുറത്ത് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ എന്തിനാ ഈ ഉപ്മാവിന്റെ പുറകെ നമ്മളെങ്ങനെ കറങ്ങി നടക്കണേ എന്നുള്ളത്, ഉപ്മാവിന് വേണ്ടി നമ്മൾ എന്തിനാ കരയുന്നത്? അപ്പൊ വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനത്തെ കോടതി പറഞ്ഞിട്ടുണ്ട്. ഉപ്പുമാവാണെങ്കിൽ ഉപ്പുമാവിൽ തന്നെ നിൽക്കുക, ഇനി ബിരിയാണി വേണമെങ്കിൽ ഉപ്പുമാവ് ഉപേക്ഷിച്ചിട്ട് പോവുക കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെ ആരെങ്കിലും ഒക്കെ വിവാഹ ജീവിതത്തിൽ തന്നെ ലിവിങ് ചെയ്യുന്നുണ്ട്, ചിത്ര പറയുന്ന അവിഹിതമാണ്, ഓക്കെ ഞാൻ ലിവിങ് എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്, അത് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം അതിന് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ കൊടുക്കുക. അത് ഒന്നെങ്കിൽ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സമ്മതപ്രകാരമാണെങ്കിൽ പൊക്കോ, വിഷയമില്ല. പക്ഷെ സമ്മതമല്ല എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും സമ്മതമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിരിയുക. പിരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക.